ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് സ്വാഗതം പറയാൻ രണ്ടുപേരും എൻ്റെ അടുത്തില്ല, വാവയും ചേട്ടനും അവർ രണ്ടൊരു വീട്ടിലാണ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ കോളേജിലാണ്. ഇന്ന് അലൂമിനി ഡേ ആണ്, മെക്ക അലൂമിനി. ഒരുപാട് ഈ കോളേജ് എന്നാണ് പണിതത്, ഫൗണ്ട് ചെയ്ത് അതിന് ആ ഒരു വർഷം മുതൽ ഇപ്പോൾ വരെ ഉള്ള എല്ലാ ബാച്ചിലെ കുട്ടികളും വരുന്ന ഒരു മെക്ക അലൂമിനിയാണ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കോളേജിൽ വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, പിന്നെ എല്ലാവരും വരുന്നുള്ളൂ അങ്ങനെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. ഇതാണ് എൻ്റെ കോളേജിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വ്യൂ. കോളേജിൽ ഇപ്പോൾ ഒരുപാട് പരിപാടികൾ നടക്കണം കേട്ടോ. നമ്മൾ പരിപാടിയൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടോളൂ, അതിനുശേഷം ഇങ്ങനെ ചുറ്റാനായിട്ട് ഇറങ്ങിയൊക്കെയാണ്. ഒരുപാട് ഓർമ്മകളുണ്ട്, പക്ഷെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. നമ്മുടെ കോളേജ് ഒരുപാട് മാറി. കുറേ എനിക്ക് തോന്നുന്നു 2-3 ബിൽഡിങ്ങൊക്കെ വന്നു, ക്യാൻറ്റീനൊക്കെ മാറി. പിന്നെ നമ്മൾ ഇരുന്നിരുന്ന സ്ഥലങ്ങളൊക്കെ പൊളിച്ച് വേറെ രീതിയിലൊക്കെ അവർ പണിതു. പിന്നെ ഗാർഡനൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. കുറേ സ്പേസ് വന്നു ഇപ്പോൾ കോളേജിൽ. നമ്മൾ ഈ കാണുന്ന ഭാഗമൊക്കെ ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്നൊരു ഭാഗമായിരുന്നു. ഇതൊക്കെ ഒരുപാട് മാറി. അതായത് ടോട്ടലി നമ്മൾ കോളേജ് തന്നെ ഇപ്പോൾ മനസ്സിലാവാത്ത രീതിയിലുള്ളൊരു ചേഞ്ചാണ് വന്നേക്കണേ. അപ്പം നമ്മുടെ ക്ലാസ്സിൻ്റെ ഫ്ലോറായിട്ടത്. അപ്പം ഇതാട്ടോ എൻ്റെ ക്ലാസ്. ഇത് ഫസ്റ്റ് BA ഇംഗ്ലീഷാണ്, കമ്മ്യൂണിക്കേറ്റീവ്. ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ 3rd ഇയർ ക്ലാസ് ഇവിടെ തന്നെ ആയിരുന്നു, പക്ഷേ ഫസ്റ്റ് ഇയർ ഇവിടെ ഇല്ലായിരുന്നു, മേളിലത്തെ ഫ്ലോറിലായിരുന്നു. നടക്കണ്ട. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല, ഭയങ്കര ഒച്ചയൊക്കെ ആയതുകൊണ്ടേ നമ്മൾ നമ്മുടെ ക്ലാസ് നൊസ്റ്റ് അടിക്കാൻ വന്നതാ. ബിരിയാണി വേണ്ട, ഞാൻ ചിക്കൻ എടുത്തില്ല, കുറച്ച് ചോറ്. ഞാൻ വീട്ടിൽ നിന്ന് ഊണ് കഴിച്ചുകൊണ്ട് ഞാൻ പിന്നെ ഫുഡ് ലൈറ്റായിട്ട് കഴിക്കണുള്ളൂ. അപ്പോൾ ഇത്തിരി ചോറ് മാത്രം മേടിച്ചു, പിന്നെ കച്ചമ്പറ. ഞാൻ ഒരു 4:30 ഇപ്പോൾ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. കാരണം കോളേജ് ഒരുപാട് വർഷത്തിന് ശേഷം കണ്ടുകൊണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ മുക്കുനൂലൊക്കെ അരിച്ചു പറിക്കുന്ന പറയണ പോലെ ഒരുപാട് നടന്നു ഞങ്ങൾ. അപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് കാലിന് പണി കിട്ടി, കാരണം ചെറിയൊരു നീര് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ നമ്മൾ വീഡിയോ കോളേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീഡിയോ പിടിക്കാനായിട്ട് മറന്നു കേട്ടോ. നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല ഇൻട്രസ്റ്റിലോടെ കിടന്ന് നമ്മളുടെ ഒക്കെ വീഡിയോ പിടിച്ചു. പക്ഷേ ഇറങ്ങുന്ന സമയപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്തിരുന്നു എന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. കാരണം ഫ്രണ്ട്സ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. ഒരു 10 മിനിറ്റോളം മാത്രം പിന്നെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തോളൂ. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇറങ്ങി. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സ് എൻജോയ് ചെയ്തു.
പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊന്നുമില്ല. കാരണം മിക്ക സമയങ്ങളിൽ നമുക്ക് ഓരോ ഫ്രണ്ട്സിൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെല്ലാവരും മീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ വാട്സപ്പിൽ നമുക്ക് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, പ്രീ ഡിഗ്രി കാലഘട്ടത്തിലൊക്കെ പഠിച്ചിരുന്നെങ്കിൽ അപ്പോൾ അവരായിരിക്കും കൂടുതൽ സന്തോഷിച്ചേക്കുന്നത്. കാരണം ഓരോ മരത്തിൻ്റെ താഴെയും അവരിങ്ങനെ ഗ്യാങ് അടിച്ച് കൂടിയിരുന്നിട്ട് ഇങ്ങനെ ഓരോ കോമഡികൾ പറയും, ചിരിക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം കണ്ടപ്പോൾ നമ്മൾ ഓരോരുത്തരിങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ കൊടുക്കിയിരുന്നു. അവർ ഭയങ്കര എക്സൈറ്റഡ്, ഭയങ്കര സന്തോഷം എന്തായാലും അവർക്കായിട്ടുണ്ട്. കോളേജ് നമ്മൾ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിനേക്കാൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓരോ ബിൽഡിങ്ങുകളൊന്നും ഒരുപാട് അങ്ങനെ വന്നിട്ടില്ല, എന്നാലും ഉണ്ട്. പിന്നെ നമ്മുടെ കോളേജിൽ നടന്നിരുന്ന പല സ്ഥലങ്ങളും ഒരുപാട് ചേഞ്ചസ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്ത്. അങ്ങനെ നമ്മുടെ ക്ലാസ് മുറികളൊക്കെ നമ്മുടെ തേർഡ് ഇയർ ക്ലാസ് മാറ്റമില്ല, പിന്നെ ഫസ്റ്റ് ഇയർ അവിടെ ആയിരുന്നില്ല, പിന്നെ സെക്കൻഡ് ഇയർ മേളത്തെ ഫ്ലോറിലായിരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ എന്തോ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി കണ്ടപ്പോൾ. പക്ഷേ അതൊക്കെ കൂട്ടി കിടക്കുന്നതുകൊണ്ട് കയറി ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. ആ ഒരു ചെറിയ സങ്കടമുണ്ട്. പിന്നെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ സാധിച്ചതിൽ സത്യം പറ്റുണ്ടെങ്കിൽ അത് കോളേജിൽ വെച്ച് തന്നെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ മറ്റ് പുറത്ത് മീറ്റ് ചെയ്യണ പോലെയല്ല. അപ്പോൾ എനിക്ക് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ കോളേജ് ലൈഫാണെങ്കിലും സ്കൂൾ ലൈഫൊക്കെ ആണെങ്കിലും അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ റീയൂണിയൻ അങ്ങനെയൊക്കെ ഉള്ളത് അവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പോയിരിക്കണം. നമുക്ക് ഒരുപാട് വലിയ തിരക്കുകൾ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത എല്ലാ പരിപാടികളൊക്കെ ആണെങ്കിൽ ഓക്കെ പോകണ്ട. പക്ഷേ അല്ലാതെ വീട്ടിൽ ഒരു മടി എന്നുള്ള രീതിയിൽ മാറ്റി വെച്ച് അങ്ങനെ ഇരിക്കരുത്. നമ്മൾ എന്തായാലും പോകണം. നമ്മൾ പഠിച്ചിരുന്ന ആ ഒരു കാലഘട്ടം നമുക്ക് വീണ്ടും ഒരു റിയലൈസ് ചെയ്യാനൊക്കെ ഉള്ള പറ്റിയൊരു ടൈമാണ് ശരിക്കും. നിങ്ങളെല്ലാവരും മാക്സിമം റീയൂണിയൻ, മെഗാ അലുമിനി ഇങ്ങനെയൊക്കെ നിങ്ങളുടെ കോളേജിൽ അങ്ങനെ ഒരു സംഭവം സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്യണം. ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറയണം കോമഡികൾ, വിറ്റുകളൊക്കെ നിങ്ങൾ ഭയങ്കര നമുക്ക് വല്ലാത്തൊരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഴിവതും അങ്ങനെയുള്ള പരിപാടികളൊക്കെ പോവുക, പങ്കെടുക്കാൻ, മാറ്റി വെക്കാൻ അത് നമുക്ക് പറ്റണ തിരക്കുകളാണെങ്കിൽ മാറ്റി വെച്ചിട്ട് പോവുക, അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. പിന്നെ ഞാൻ ഇതൊന്നും അങ്ങനെ എപ്പോഴും ഞാനും ഹസ്ബൻഡും മിക്കപ്പോഴും പറയാറില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയറൊക്കെ ചെയ്യണം. ഇത് കാണുന്നവർ, സബ്സ്ക്രൈബേഴ്സ് അല്ലാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.